ഞാനിന്ന് 10 മണിക്കുള്ള കഞ്ഞി വിശേഷമായിട്ടാണ് വന്നത്. കഞ്ഞിക്ക് ഉമ്മ ഇന്ന് ചക്കക്കൂട്ടാനും ചെല്ലി ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് നോമ്പിനുള്ള ക്ലീനിങ്ങും ഡീപ്പ് ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു പണ്ടത്തെ കാലത്തൊക്കെ നോമ്പിൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ചക്കക്കൂട്ടാനൊക്കെ വെച്ച് കഞ്ഞൊക്കെ കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂട്ടാനും താലും പൂലൊക്കെ. അതൊക്കെ ഉമ്മ നല്ല രസത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് ചക്കൊക്കെ കിട്ടിയിരുന്നു. അതായത് ഉപ്പ പോയിട്ട് പഴുത്ത ചക്ക ഇടാൻ പോയതാണ്. അപ്പോൾ പഴുത്തത് കിട്ടാത്തപ്പോൾ കൂട്ടാൻ വെക്കാൻ ചക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് സെബിക്കാണെങ്കിലും ഉപ്പാക്കും എനിക്കൊക്കെ ഇഷ്ടമാണ്. കുട്ടികളൊന്നും കഴിക്കൂല. പക്ഷെ ഉമ്മ കട്ട് ബോർഡ് ഇല്ലാതെ ചക്ക ഒക്കെ നല്ല സൂപ്പറായി കട്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഉമ്മ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അത് അറിയാത്തവർക്ക് അറിയുകയും ചെയ്യുക. ഇനി ഉമ്മാൻ്റെ പോലെ എക്സ്പെർട്ടായിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് അത് കാണുകയും ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണുന്നത്. ഉമ്മ ഒന്നിനും കട്ട് ബോർഡ് യൂസ് ചെയ്യൂല. ഉമ്മൻ്റെ കാല് വലുപ്പത്തിലുള്ള കത്തിയും വെച്ചിട്ടാണ് ഉമ്മ ചെയ്യുന്നത്. പിന്നെ വലിയ ചക്ക വെട്ടുന്നത് ഞാൻ കാണിക്കാൻ മറന്ന്. അതായത് ബിൽഡിങ് പൊളിക്കുന്ന പോലെ ഒരു കോടാലിയും കത്തിയും, പിന്നെ കത്തി പറഞ്ഞാൽ അരിവാ കത്തിയും, പിന്നെ വെട്ടുന്നതും ഒക്കെ കുറേ ഐറ്റംസ് വെച്ചിട്ടാണ് ഉമ്മ വെട്ടുന്നത്. ഉമ്മയ്ക്കിപ്പോൾ ആകെ പേടി ഉമ്മാനെ ഞാൻ പെടുത്തുമോയെന്ന്. ഞാൻ പറഞ്ഞില്ല, കൈ മാത്രമേ കാണുള്ളൂ, നിങ്ങളെ ഞാൻ പെടുത്തൂല. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ വീട് അപ്പുറത്താണ് ഐഷാസ് കിച്ചൺ, അവരെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ ഐഷാസ് കിച്ചൻ്റെ അമ്മായിമ്മൊക്കെ വീഡിയോയിൽ വരാറുണ്ട്, നിങ്ങൾ വരണില്ല എന്നൊക്കെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഉമ്മ പറയാം, നീ ഐഷാസ് കിച്ചൻ്റെ അത്ര വലിപ്പമാകുമ്പോൾ ഞാൻ വന്നോണ്ട് ഇപ്പം തന്നെ എന്നെ കൊച്ചാക്കല്ല. അങ്ങനെ ഉമ്മ വെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ചുലൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഇങ്ങനെ എടുത്ത് നിൽക്കാൻ വേണം. സെബിക്ക് വർക്കുണ്ട്, അപ്പോൾ സെബിനെ കിട്ടൂല. ഞാൻ വർക്കിൻ്റെ ഇടയ്ക്ക് ഉമ്മനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഉമ്മക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഉമ്മ അങ്ങനെ പണിയെടുത്ത് പോവും. നാട്ടിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും സമയം കിട്ടാറില്ല, ഫുൾ ബിസിയാണ്. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്ന കുറവാണ്. ഉമ്മ ചക്കപ്പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് കർട്ടനൊക്കെ തിരുമ്പാണ്ട്. അതായത് ഞങ്ങൾക്ക് വെള്ളം നല്ല ബുദ്ധിമുട്ടാണ്, വെള്ളം കുറവാണ്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. മഴ നിക്കോളം എല്ലാ വെള്ളം പിടിച്ച് വെച്ചു. കർട്ടൻ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നരാട പൈസ കൊടുത്തിട്ടാണ് വെള്ളം അടിക്കുന്നത്. അപ്പോൾ പൈസ കൊടുത്ത വെള്ളത്തിലൊക്കെ ഇങ്ങനെ കഴുകണോ വേണ്ടതെന്നൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മഴ പെയ്ഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. ഇങ്ങനെ ബക്കറ്റിലും അണ്ടാവിലും ഒക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കർട്ടൻസ് ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ കർട്ടൻ അങ്ങനെ ഇടുന്ന കുറവാണ്. ഞങ്ങൾ കയ്യിൽ തന്നെയാണ് കർട്ടൻ തിരുമ്പണത്. അപ്പോൾ ഒക്കെ ഞാൻ മുക്കി വെക്കുകയാണ് ഷാമ്പു ഒക്കെ ഇട്ടിട്ട്. കർട്ടനൊക്കെ ഞാൻ അങ്ങനെ സർപ്പ് പൊടിയൊന്നും ഇടൂല. അപ്പോൾ ഉമ്മൻ്റെ പനീൻ്റെ ഇടയ്ക്ക് എൻ്റെ പനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ നനച്ചുകുളി പരിപാടി എല്ലാം ഒറ്റ ദിവസം ചെയ്യൂല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക. ഞാൻ വീട്ടിൽ പോകുന്ന മുമ്പ് ഉള്ളിൽ അടിച്ച് കൊട്ടി വൃത്തിയാക്കി അങ്ങനെയൊക്കെ പോയിരുന്നു. അതിനിടയ്ക്ക് ഉമ്മ ഇപ്പോൾ ചോലൊക്കെ വെട്ടി കഴിഞ്ഞ് അപ്പോൾ അതിൽ നിന്ന് കുറുവൊക്കെ വേർപ്പെടുത്തുകയാണ്. നല്ല പണിയാണ്. ചക്കക്കൂട്ടാൻ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പക്ഷേ വെട്ടാനും പിന്നെ ഈ ചൊലയിൽ നിന്ന് പുറത്തെടുക്കുക, കുറുവെടുക്കുക, അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഇതിന്. അതാണ് പണി. ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഒരുപാട് സമയമെടുക്കും. അതായത് ഞങ്ങൾ ഉച്ചക്കുള്ള ചോറും കറി കൂട്ടാൻ അതൊക്കെ ഓൾറെഡി ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തിരുന്ന് വെട്ടുകയാണ്. ഇതൊന്നും കിച്ചണിൽ കയറ്റാൻ പറ്റില്ല, ഒരുപാട് പണിയാവും. അപ്പോൾ ഉമ്മ ഇങ്ങനെ പുറത്തിരുന്നിട്ട് വെട്ടുകയാണ്. കാക്കം പൂച്ചയും കുട്ടികളും ഒക്കെ രസമാണ്. നാട്ടിൽ വന്നാൽ ഇതൊക്കെയാണ് രസം. ദുബായിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഐറ്റംസാണ് ഇത്. നിങ്ങൾ കണ്ടില്ലേ, ഉമ്മ കട്ട് ബോർഡൊന്നും ഇല്ലാതെ നല്ല എക്സ്പേർട്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വെട്ടായിരിക്കും. ബട്ട് എനിക്കിത് ഉമ്മ ഇങ്ങനെ വെട്ടുന്നത് എനിക്ക് പറ്റൂല, അങ്ങനെ വെട്ടാനൊന്നും. എൻ്റെ നാട്ടിലിങ്ങനെ ചക്കക്കൂട്ടാൻ വെക്കല് അങ്ങനെയൊന്നുമില്ല. ചക്ക തന്നെ കിട്ടാറില്ല.
ചക്ക കൂട്ടാനൊന്നും അങ്ങനെ വെക്കാറൊന്നുമില്ല. എൻ്റെ നാട്ടിലില്ല ഈ പരിപാടി. എൻ്റെ വീട്ടിൽ വെക്കായിട്ടല്ല, ഈ പരിപാടിയൊന്നും എൻ്റെ നാട്ടിലില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ. അതൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഉമ്മ ഒരു കുക്കറിലിട്ടിട്ട് അതിൽ മഞ്ഞളും ഉപ്പും ഇട്ട് പിന്നെ ഒരു അരക്കപ്പോളം വെള്ളം എടുത്തു. ഇപ്പോൾ ഇതൊരു കുക്കറിൻ്റെ മുക്കാൽ ഉണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിലൊരു മുക്കാലുണ്ട്. അതിലൊരു അരക്കപ്പ് വെള്ളം. അങ്ങനെ പറയുമ്പോൾ ഒരു 250 ആ ഒരു ഇതിൽ വെള്ളവും ആയിരിക്കും. അത് ഇട്ട് കുക്കറിലൊരു 4 വിസിലൊക്കെ വരണമെന്നാണ് പറഞ്ഞത്. പിന്നെ ചക്കൻ്റെ മൂപ്പ് പോലെയും പിന്നെ ഞങ്ങൾ കുക്കറിൻ്റെ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഞാൻ മുക്കി വെച്ചതൊക്കെ കഴുകി തുടങ്ങി. അപ്പോഴത്തേക്ക് അണ്ടാവിലുള്ള വെള്ളത്തിലൊക്കെ കളിക്കാൻ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. ബാത്റൂമിൻ്റെ ഉള്ളിൽ കല്ലിലൊന്നും കർട്ടണൊന്നും കഴുകാൻ പറ്റില്ല. ബാത്റൂമിൽ അവിടെ ഇവിടെയൊക്കെ തട്ടും. അതുകൊണ്ട് പുറത്ത് കഴുകുകയാണ്. പിന്നെ ഇന്നലെ മഴ വന്നത് കൊണ്ട് ഇന്ന് കാര്യമായിട്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല സുഖമായി. അപ്പോൾ എൻ്റെ കർട്ടൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കുമ്മ മാവിനിൽ ചക്കക്കുള്ള അരപ്പ് റെഡിയാക്കി. അതിന് സാധാ തേങ്ങയും ജീരക, കറിവേപ്പില, ചീരുള്ളി, വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ഇടാം. ഉപ്പാക്ക് വെളുത്തുള്ളി അങ്ങനെ ഇഷ്ടമല്ല പറഞ്ഞു. അതുകൊണ്ടാണ്. എന്നിട്ട് നല്ല മഷി പോലെ അരക്കുക. പച്ചമുളകും ഇടണം നമ്മൾ എത്ര ആവശ്യത്തിന് അത്ര. എന്നിട്ട് അത് വെന്തത് എടുത്തിട്ട് ഉമ്മ വലിയ പാത്രമൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി, കുക്കറിൽ തന്നെ മിക്സ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വലിയ ഒരു പാത്രമൊക്കെ ഇട്ട് എന്നിട്ട് അരച്ച് വെച്ച അരപ്പ് വെള്ളം കുറച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അരപ്പ് കുറേ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ കൂട്ടാൻ വെള്ളമായി പോവും. എന്നിട്ട് നല്ലോണം നല്ല ഇങ്ങനെ ഇലക്കി മിക്സ് ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്യുക. നല്ല ഫ്ലെയിം, ചെറിയ ഫ്ലെയിമാക്കി വെക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ എരിയും പിന്നെ ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്താൽ മതി. താളിക്കാനൊന്നുമില്ല. ഉമ്മ പറഞ്ഞ് പിന്നെ ചക്കക്കൂട്ടാൻ്റെ ഒപ്പം ചെള്ളി ചമ്മന്തിയും നല്ല രസമാണെന്ന്. അപ്പോൾ പിന്നെ ഉമ്മ ചെള്ളി വറുക്കാൻ തുടങ്ങി. ചെള്ളി കൊണ്ടുവന്നതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം മുളക് പൊടിയല്ല, അതായത് കാശ്മീരി ചില്ലിയൊക്കെ ഇടുകയാണെങ്കിൽ അതും ഇതിൻ്റെ ഒപ്പം തന്നെ വറുക്കണം. കുറച്ച് ചീരുള്ളി ഇട്ടിട്ട് വറുത്താൽ നല്ലതാണെന്നാണ് ഉമ്മ പറഞ്ഞത്. ഞങ്ങളടുത്ത് കാശ്മീരി ചില്ലി ഇവിടെ വെച്ചതെന്ന് അറിയില്ല. ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഡബ്ബകളൊക്കെ കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടെ തന്നെ തപ്പാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മുളക് പൊടി ഇടാമെന്ന് വെച്ചു. അല്ലെങ്കിൽ മുളക് പൊടി ഇടാത്തവർ അതിലേക്ക് ഈ ചെള്ളി വരക്കുമ്പോൾ തന്നെ മുഴുവനായിട്ടുള്ള മുളകും പിന്നെ ചീരുള്ളി ഇട്ടിട്ട് വേണം വറുക്കാൻ. ഒരു 8-10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വറുക്കണം. എന്നിട്ടിത് മിക്സി ജാർക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൊടിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതിങ്ങനെ ക്രഷ് ചെയ്യുക. തേങ്ങ ഒന്നും ഇതിൻ്റെ ഒപ്പം ഇട്ട് അരക്കൊന്നുമില്ല, ജസ്റ്റ് ഇത് ക്രഷ് ചെയ്യുക. മുളകൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ ഒപ്പം കൂടി ക്രഷ് ചെയ്യുക. എന്നിട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും ഉപ്പും കൂടി മിക്സ് ചെയ്താൽ ഞങ്ങൾ ചെള്ളി ചമ്മന്തി റെഡി. ഉമ്മ പറഞ്ഞ് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഞങ്ങൾക്ക് മാങ്ങ എടുക്കാനുള്ള നേരൊന്നും കിട്ടിയില്ല. അതായത് ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഒപ്പിക്കുന്നതാണ്. അപ്പോൾ കഞ്ഞി ഇന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല, ഞാൻ ചോറൊക്കെ ഊട്ടിയിരുന്നു. കഞ്ഞി അങ്ങനെ ഉമ്മ പറഞ്ഞപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് കഞ്ഞൊന്നും കുടിക്കാറില്ല, നേരത്തെ ചോറ് കഴിക്കും. അപ്പോൾ ഉപ്പാക്കും സെബിക്കൊക്കെ ഇഷ്ടമായത് കൊണ്ട് അവർക്ക് തന്നെ പെട്ടെന്ന് ഞങ്ങൾ കഞ്ഞി കൊടുത്തു. അവരെ ക്ലീനായ പിന്നെ ഞാനും ഉമ്മൊക്കെ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. കാര്യമായ വിശേഷമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.